അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്തൊരു പ്രത്യേകത ഒരു സ്വലാത്തിലോ ദിക്റിലോ ദുആയിലോ നിസ്കാരത്തിലോ ഒരു അമലിലോ ഒക്കെ ഒരാൾ വിചാരിക്കുന്നു. അവിടെ ഒന്നുകിൽ അബദ്ധമാവാം, ദീൻ അങ്ങനെ ഇല്ല, പക്ഷെ അയാൾ വിചാരിച്ചത് ദീനുണ്ട് എന്നാണ്. അതിന് വലിയ കൂലിട്ടും വലിയ മഹത്വമുണ്ട്, വലിയ പ്രതിഫലമുണ്ട് എന്ന് അയാൾ തെറ്റിദ്ധരിച്ചതാണ്. അത് അബദ്ധമാണ്. അല്ലെങ്കിൽ അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല എന്ന് അയാൾക്കറിയാം. അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല, ഇതിന് മഹത്വമില്ല എന്ന് അയാൾക്കറിയാം. എന്നിട്ടും അയാൾ മഹത്വം കൽപ്പിക്കുകയാണ്. അപ്പോൾ വകുപ്പ് മാറി. അള്ളാഹ് മഹത്വം കൽപ്പിച്ചിട്ടില്ല എന്ന് അയാൾക്ക് അറിഞ്ഞിട്ടും അതിന് മഹത്വം ഉണ്ട് പറയുകയാണെങ്കിൽ അള്ളാഹു കൽപ്പിച്ചില്ലെങ്കിലും ഇവിടെ മഹത്വം വരാം എന്നാണ് അപ്പോൾ വിശ്വാസം. അവിടെ വകുപ്പ് മാറി. ഇനി അങ്ങനെ മഹത്വം നിശ്ചയിച്ച് കൊടുക്കാൻ അധികാരമുള്ളവരുണ്ട് എന്നാണെങ്കിലോ അവിടെ അള്ളാഹുവിനോട് തുല്യമാക്കൽ വരികയും ചെയ്തു. അള്ളാഹ് അതിന് പ്രത്യേകം നിശ്ചയിച്ചിട്ടില്ല, പക്ഷെ ഇന്നാൾ അതിന് ബർക്കത്തുണ്ട് പറഞ്ഞുകൂടി ഇനി ബർക്കത്തായി കഴിഞ്ഞു എന്നൊരാൾ തീരുമാനിച്ചാൽ അവിടെ ആ അള്ളാഹിൻ്റെ അധികാരാവകാശങ്ങൾ അള്ളാഹുലേക്ക് വകവെച്ചു കൊടുക്കുക എന്ന വകുപ്പ് ഇവിടെ വരികയും ചെയ്യുന്നു. അത് രണ്ടു ശിർക്കേറ്റ് വരും. ഒന്നാമത്തത് അബദ്ധമാണ്, അപ്പോൾ അത് ബിദഅത്തായി മാറും. മതത്തിൽ ഇല്ലാത്തൊരു രീതി സ്വീകരിക്കാൻ നിലയ്ക്ക് അത് ബിദഅത്തായി മാറും. അയാൾ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അയാൾക്ക് പക്ഷേ അത് പുറത്ത് കിട്ടുകയും ചെയ്യാം.